ഞാൻ ഇതാണ് ആദ്യം പറഞ്ഞത്. 2001 മുമ്പും പിൻപും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞത്. ഈ സംഭവങ്ങളെ നമ്മൾ ഇപ്പൊ ഡോക്ടർ വിവേക് തന്നെ ഇത് എടുത്തുകൊണ്ട് പോകേണ്ടി വന്നു. അതായത് ഇതിന്റെ ഈ രണ്ടാമത് ABC റൂൾ. ഞാൻ 1984 വെറ്റിനറി കോളേജ് പഠിച്ചവനാണ്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അവിടെ ഈ തെരുവിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന നായ്ക്കളിൽ ഞങ്ങളെ നല്ല വ്യക്തമായിട്ട്, എന്റെ ഫൈനൽ സർജറി എക്സാമിന് എനിക്ക് കിട്ടിയത് ഹിസ്റ്ററക്ടമി ആയിരുന്നു. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ നിയമപ്രകാരം തെറ്റാണ്. അത് പ്രഗ്നന്റ് ആയിരുന്നു, അതിന് സിസേറിനാക്കി മാറ്റി. അന്ന് ഞങ്ങളെ നല്ല വ്യക്തമായി സർജറി ചെയ്ത് പഠിക്കാൻ അനുവദിച്ചിരുന്നു. സർവീസിൽ കയറിയ മാസം തന്നെ ഒരാളിന്റെയും സഹായമില്ലാതെ ഒരു പശുവിന്റെ സിസേറിയൻ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ മലപ്പുറത്ത് തേഞ്ഞിപ്പലത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഇന്ന് ABC റൂളിൽ എഴുതി വെച്ചിരിക്കുന്നു 500 സർജറിയെങ്കിലും 2000 സർജറിയെങ്കിലും ചെയ്ത പരിചയമുള്ള ആളെ ഇത് ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ കാരണമായി പറയുന്നത് ഇവരുടെ എഫിഷ്യൻസിയിൽ സംശയമുണ്ട്. ഈ എഫിഷ്യൻസി അങ്ങനെ നഷ്ടപ്പെട്ടു. ഈ റെഗുലേഷൻ, ഈ പഠിക്കാനുള്ള അവസരം നിഷേധിക്കുന്ന റെഗുലേഷൻ ABC റൂളിൽ വന്നതോടുകൂടി ക്വാളിറ്റി കുറഞ്ഞു. അതാണ് അതിന്റെ കാരണം. അപ്പൊ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞ അതിവൈകാരികമായി ഇതിനെ സമീപിച്ചാൽ ഇത് വലിയ നാശത്തിലേക്ക് പോകും. ജനാധിപത്യ രാജ്യമാണെങ്കിൽ ജനങ്ങൾ ഒന്നിച്ച് സംഘടിച്ച് ഇത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ വേണ്ടാന്ന് വെക്കേണ്ടി വരും. ഞങ്ങൾക്കും വിഷമമുണ്ട്. പട്ടി നഷ്ടപ്പെട്ട ഞങ്ങളുടെ അന്നം പോകുന്ന പരിപാടിയാണ്. അതായത് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ സമ്മർദ്ദം വന്നാൽ പൊളിറ്റീഷ്യൻസ് റൂള് മാറ്റും. ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ 2 പട്ടികളാണ് ഞങ്ങൾക്ക് കൂട്ടുവന്നിരുന്നത്. അമ്മൂമ്മ കൂട്ടിനിടുന്നത്. ആരെ പേടിച്ചിട്ടാന്ന് പറയുമ്പോ, ഓരോ വളവിലും അശ്ലീലം കാണിക്കുന്ന ആണുങ്ങളെ പേടിച്ചിട്ട്. പട്ടിയാണ് ഞങ്ങളുടെ കൂട്ടിട്ട് വരുന്നത്. എന്താന്നറിയാമോ, രോഗികളായിട്ടുള്ള ആണുങ്ങൾ എടുത്തോട്ട് പട്ടികളെ പറഞ്ഞു പാർട്ടികള് മനുഷ്യരെ കടിച്ച എത്രയും കൊന്ന എത്രയും പട്ടി കടിച്ചിട്ടുണ്ടോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.